അപ്പേ എനിക്കൊരു പുതിയ ഭീഷണി അപ്പേ എനിക്കൊരു പുതിയ ഭീഷണി. നമ്മുടെ മറ്റേ പഴയ കോക്ടെയിലില്ലേ, എന്നിട്ട് ഫാസിൽ കോക്ടെയിൽ എന്തൊക്കെയോ കഥകൾ ലോകത്തെ അറിയിക്കും, ജനങ്ങളെ അറിയിക്കും, ഭർത്താവിനെ അറിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയ ഭീഷണി. അപ്പയ്ക്ക് എന്താ അഭിപ്രായം? എൻ്റെ കഥകൾ പുറത്തുവിടുന്ന പറയണ്. കേട്ടില്ല. ഇന്ന് പോയി പണി നോക്കാൻ പറഞ്ഞ അവരോട്. അപ്പൊ പുറത്ത് ധൈര്യമായിട്ട് വിട്ടോളാൻ പറയപ്പോ വിടാൻ പറയേ. ആ കഥകൾ ഇവിടെ അറിയാത്ത ആൾക്കാരില്ല. ഉണ്ടപ്പ ആരെങ്കിലും അറിയാത്തവരുണ്ടാ? അതിന് ആരിലും അറിഞ്ഞപ്പോ എന്താ കുഴപ്പം? ഇവരോട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറഞ്ഞ നീ. ഒന്നാമത് ഈ വേട്ടവിളികളുടെ കാര്യം ഞാൻ അല്ല, പുതിയ എന്റെ ഭർത്താവിനെ അറിയിക്കുന്ന പറയുമ്പോ എനിക്ക് അപ്പനോട് പറയണ്ടേ? എനിക്കാണെങ്കിൽ ഗൾഫിലൊന്നല്ലല്ലോ, എന്റെ ഭർത്താവ് എന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ അത് കാര്യങ്ങൾ പറയണ്ടേ? ഞാനാണെങ്കിൽ വേറെ ആൾക്കാരെയും കൊണ്ട് ഒന്നും നടക്കണമൊന്നുമില്ലല്ലോ ഇപ്പൊ പരസ്യമായിട്ട്. ഊശാന്താടീനല്ലേ സെറ്റപ്പിനെയാണ് കൊണ്ടെടുക്കണേ. അപ്പൊ എന്നിട്ട് ഫാസിൽ കോക്ടെയിൽ അപ്പൊ മറന്നിട്ടില്ല. അപ്പൊ പെണ്ണുങ്ങളായാൽ പലരെയും വിളിക്കും, പലരെയും അവിടെ പോവാ ഇവിടെ പോവാന്ന് പറയും എന്നോർത്ത് നീ കൊണ്ടുനടക്കുന്ന പോലെ ഞാൻ അത്ര പരസ്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്നതും നീ പുറത്തു വിടാൻ പറ്റുന്നതും ഒക്കെ അങ്ങോട്ട് എടുത്ത് പുറത്തിടാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞു. അപ്പൊ എപ്പോ പുറത്തിടും മോളെ? പെട്ടെന്ന് എന്നെ ഒന്ന് വൈറലാക്കണേ. പോരപ്പ അതൊന്നും പറയണ്ട. അത് പെണ്ണിന്റെ പിന്നാലെ എടുക്കണത് പൈസക്ക്. പണിയെടുക്കണ്ട് അതിന്റെ പിന്നാലെ പെണ്ണുങ്ങൾ. അത് ചിലരിക്കടെ ഒരു വീക്ക്നെസ്. അപ്പൊ അപ്പയുടെ അഭിപ്രായം ഒന്നുകൂടി പറയും. എന്റെ രഹസ്യങ്ങളൊക്കെ നാളെ തുടങ്ങി അല്ലെങ്കിൽ ഇന്ന് രാത്രി തുടങ്ങി പുറത്തു വരും. അപ്പൊ ഞെട്ടോ? അപ്പൊ ഞെട്ടില്ലേ? നമ്മുടെ നാട്ടുകാര് ഞെട്ടോ? ഞാൻ നാളെ സ്റ്റാറാവോ? കേട്ടല്ല, എന്റെ ഭർത്താവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഇല്ല. അതുകൊണ്ട് ഞെട്ടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചേച്ചി എന്നെ ഞെട്ടണ്ട വരും. കേട്ടാ? വേറെ എന്തിട്ടാ പറയണ്ടേ? അത് നമ്മള് പറയണതിനാ. പെണ്ണുങ്ങള് മൂഞ്ചിച്ചു സൂയിച്ച് ജീവിക്കുമ്പോ പൈസ പെണ്ണുങ്ങളെ പറ്റിച്ച് ജീവിക്കണ സുഖം ലോട്ടറി ടിക്കറ്റ് വിറ്റാ കിട്ടുമോ? അപ്പൊ അത് ന്യായം. ചോദിക്കുമ്പോ കൊടുക്കാൻ പെണ്ണുങ്ങൾ അതുപോലെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിട്ടല്ല, അത് ന്യായം. ബാക്കി അല്ല, എന്റെ കാര്യത്തിലൊരു തീരുമാനം പറയും. നിന്റെ കാര്യത്തിൽ അവരോട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറയാതെ. ഒന്നാമത് ഈ വേട്ടവളികൾ പറയുന്ന ആൾക്കാർ ചെയ്യില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞ ആൾക്കുള്ളൂ നാളെ ചെയ്യാൻ പറ്റും. അപ്പൊ ഫാസിൽ കോക്ടെയിലിനോടും നമ്മുടെ ബസ് സ്റ്റാൻഡ് കക്കൂസ്, സോറി ഇപ്പൊ പുതിയ പേരാണ്, ബസ് സ്റ്റാൻഡ് അമ്മിണിനോടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. ആര് പറഞ്ഞു? എന്റെ ഭർത്താവ് പറഞ്ഞു. കേട്ടല്ല? ഈ പഴയ കക്കൂസ് പൊളിച്ചിട്ടേ പുതിയതും കൊണ്ടുവരാൻ പറയും. അപ്പൊ ബസ് സ്റ്റാൻഡ് അമ്മിണിനോട് പഴയ ടോയ്ലറ്റ് മീൻസ് കക്കൂസ് പൊളിച്ചിട്ട് വരില്ലേ, പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പഴയ കക്കൂസ് പൊളിക്കാണ്ട് പുതിയ കക്കൂസിലേക്ക് വരാൻ പറയും. അപ്പൊ ഈ പഴയ കക്കൂസ് ചീഞ്ഞ് നാറിയത് എല്ലാരും മണത്ത സംഭവമാണ്. അതുകൊണ്ട് പുതിയ കക്കൂസുകളുമായിട്ട് വരാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. കേട്ടല്ല? ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ വേഗം പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ റെഡിയല്ലേ? ഇപ്പിടുന്നു നാളെയോ? എത്രയും പെട്ടെന്ന് ചെയ്യണേ. ചെയ്യണവര് പറയില്ല, പറയുന്നവർ ചെയ്യില്ല. അല്ലപ്പ അതാണ് പറയുന്നത്. അപ്പൊ ഈ
കോക്ടെയിൽ എന്ന് പറയുന്ന പഴയ കക്കൂസ് പൊളിച്ച കഥ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നീയാണ് പുതിയതായിട്ട് അറിഞ്ഞത്. ഇവിടെ അറിയാത്തവരാരുമില്ല. പിന്നെ ഈ പഴയ കക്കൂസും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, പുതിയ കക്കൂസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും? ഒന്നുമില്ല. നേർത്തേക്കോ എനിക്ക് ഇതിലും വലിയൊരു തമാശ. ഏറ്റവും ലാസ്റ്റ്, അത് എത്രയോ 1 വർഷത്തോളായി തോന്നുന്നുണ്ട്, അറിഞ്ഞ ഒരാളെന്ന നിലയിൽ നിന്നോട് എനിക്ക് സഹതാപം മാത്രം. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ലസിത പാലക്കലിനെ വിളിച്ച് ചോദിച്ചാൽ അവള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്താ സംഭവം എന്ന്. ഓക്കെ.